Very good morning to all. So, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇൻ അവർ ക്ലാസ് 3 ഇൻ ഫങ്ഷൻസ്. വേറൊന്നുമല്ല, പാരാമീറ്റർ പാസിംഗ്. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് പാരാമീറ്റർ പാസിംഗ്. സോ technique used for passing data from one function to another is known as parameter passing. നിങ്ങൾ പഴയ രണ്ട് ക്ലാസ്സുകളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മൂന്ന് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് ഉണ്ട്. ഫങ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് വൺ റിട്ടേൺ ടൈപ്പ്. സോ ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് പാരാമീറ്റർ. ഈ പാരാമീറ്റർ ഏത് രീതിയിലാണ് ഒരു ഫംഗ്ഷനിലേക്ക്, ഒരു ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് വി കോൾ ഇറ്റ് ആസ് പാരാമീറ്റർ പാസിംഗ്. അതായത് സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ഒരു പ്രോഗ്രാം തന്നെ എടുക്കാം. Say mathematical operations with arguments and no return value. Here, if case is plus, I am calling add AB. Here A and B are the actual parameters, and in the function definition, void add int x comma int y, and x and y are the formal parameters. See, when a function is being called like this, what is happening is ഈ എ ആൻഡ് ബി രണ്ട് വാല്യൂസിന്റെയും ഒരു കോപ്പി എക്സ് ആൻഡ് വൈയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മിക്കേണ്ടത്, എ ആൻഡ് ബിയുടെ ഒരു കോപ്പി എക്സ് ആൻഡ് വൈയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും, ആൻഡ് ദാറ്റ് വിൽ ബി പ്രോസസ്ഡ്, ആൻഡ് ഇഫ് ദർ ഇസ് എനി റിട്ടേൺ ഇറ്റ് വിൽ ബി റിട്ടേൺ ബാക്ക്. ഇതാണ് ഒരു നോർമൽ ഫംഗ്ഷൻ കോളിൽ നടക്കുന്നത്. സോ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ ഹിയർ ഐ എം കോളിംഗ് ആഡ് എ കോമ ബി. വാട്ട് ഈസ് ബീങ് ഹാപ്പനിങ് ഈസ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എ ബി എന്നീ രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിന് നമുക്ക് വി ഹാവ് ടു ടെക്നിക്സ്. വൺ ഈസ് പാസ് ബൈ വാല്യൂ, ഓൾസോ നോൺ ആസ് കോൾ ബൈ വാല്യൂ. സെക്കൻഡ് വൺ ഈസ് പാസ് ബൈ റെഫറൻസ്, ഓൾസോ നോൺ ആസ് കോൾ ബൈ റെഫറൻസ്. പാസ് ബൈ വാല്യൂ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ ഒരു കോപ്പി ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഹിയർ ദി വാല്യൂ ഓഫ് ദി ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ കോപ്പീഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ് while calling a function. But actual and formal parameters are stored in different memory locations. പഴയ പ്രോഗ്രാം എടുക്കുകയാണ്. We have variables a, b which are integers, and we have x, y which are also integers. Here a, b will be stored in two memory locations. X and y will be stored in some other memory location. ഒരിക്കലും എയും എക്സും ബിയും വൈയുടെയും വാല്യൂ ഒരേ മെമ്മറി ലൊക്കേഷനിൽ ആയിരിക്കത്തില്ല സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ this type of function calling is called as call by value method. ഇവിടെ നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ വെൻ യു കാൾ യൂസിങ് കോൾ ബൈ വാല്യൂ മെത്തേഡ്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഈസ് എ ബി എന്നീ രണ്ട് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ്, അതായത് ആ വേരിയബിൾസിന്റെ ഒരു കോപ്പി ആണ് എക്സിലും വൈയിലേക്കും വരുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന അതിലുള്ള വാല്യൂസിന്റെ ആ വാല്യൂസിന്റെ ഒരു കോപ്പി എക്സിലേക്കും വൈയിലേക്കും വരും. ആൻഡ് വാട്ട് എവർ പ്രോസസിംഗ് ഇസ് ദർ ഇറ്റ് വിൽ ബി പ്രോസസ്ഡ്. സോ എക്സിലും വൈയിലും നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ എ ആൻഡ് ബി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദാറ്റ് ഈസ് ദി തിങ് ഇൻ കോൾ ബൈ വാല്യൂ മെത്തേഡ്. എയിലോ ബിയിലോ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഡ്യൂറിംഗ് ഫംഗ്ഷൻ കോൾ or before function, or during function call or before function call. ഇപ്പൊ എക്ക് പകരം എ പ്ലസ് പ്ലസ് എന്നും ബിക്ക് പകരം ബി മൈനസ് മൈനസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് വിൽ ബി കോപ്പീഡ് ടു ദി ആക്ച്വൽ ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. പക്ഷേ
ഈ ഫംഗ്ഷന്റെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുന്ന ഒരു ചേഞ്ചും ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ റിഫ്ലക്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ദി തിങ് വിത്ത് call by value. That means while calling the function, actual and formal parameters are stored in different memory locations. അതായത് actual parameters formal parameters പ്രത്യേകം വേറെ memory locationലാണ് സ്റ്റോർ ചെയ്യുന്നത്. Any changes made in formal parameters inside function will not be reflected in the actual parameters of the caller or calling. അതായത് actual ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ ആ ചേഞ്ച് ആക്ച്വൽ പാരാമീറ്ററിലേക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കത്തില്ല ഇൻ കേസ് ഓഫ് പാസ് ബൈ വാല്യൂ. നെക്സ്റ്റ് വൺ ഈസ് പാസ് ബൈ റെഫറൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ഓർ കോൾ ബൈ പോയിന്റേഴ്സ്. ഞാൻ ഫങ്ഷൻസ് കുറച്ച് എടുത്തതിന് ശേഷം പോയിന്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് അതിലുള്ള അറേസും ബാക്കി വേരിയബിൾസ് ആക്സസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് പറയാനുള്ളതിന് കാരണം ഞാനത് പറഞ്ഞു. ഇനി ഫങ്ഷൻസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദി പ്രോപ്പർ കൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ് ഓൾസോ, ദെൻ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. സോ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ യു ഹാവ് ടു ഹാവ് യുവർ കൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ് വെരി വെരി ക്ലിയർ. Again, pass by reference is also known as call by reference or pass by pointers or call by pointers. ഈ എല്ലാ പേരിലും അറിയപ്പെടുന്നതാണ്. Then here, rather than the copy of variables, memory address of the variables are being sent. Call by value ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ ഒരു കോപ്പിയാണ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് സെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ദി കോപ്പി ഓഫ് ദ വേരിയബിൾ, the memory address of the variables are being sent. That is the difference. So both the actual and formal parameter will refer to the same location. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോപ്പി തന്നെയാണ് പോകുന്നത്. പക്ഷെ call by value ൽ copy of the values are being sent. Here copy of the addresses are being sent. Values എന്ന് പറയുന്നത് എന്താണ്, എ ബി എക്സ് വൈ എന്ന് പറയുന്ന 4 സാധനങ്ങൾ നാല് സ്ഥലത്തായിരിക്കും. പക്ഷെ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എ യുടെ മെമ്മറി അഡ്രസ് ആണ് എക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. മീൻസ് ആ മെമ്മറി അഡ്രസ് യൂസ് ചെയ്ത് നമ്മൾ പോയിന്റ് ചെയ്യുന്നത് രണ്ടും ഒരേ ലൊക്കേഷനിൽ തന്നെയായിരിക്കും. സോ ബോത്ത് ദി ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് റെഫർ ടു ദി സെയിം ലൊക്കേഷൻ ഇൻ ദി കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ്. അതുകൊണ്ട് തന്നെ any changes made inside the function are actually reflected in the actual parameters of the calling function or of the caller. രണ്ട് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് രണ്ടും മെമ്മറി ലൊക്കേഷനെയാണ് പോയിന്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഫംഗ്ഷൻ അകത്ത് ഉള്ള ഫോർമൽ പാരാമീറ്റേഴ്സ് വെച്ചുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റഡ് ഇൻ ദി ആക്ച്വൽ പാരാമീറ്റർ വാല്യൂസ്. കാരണം നമ്മൾ അഡ്രസ് ലൊക്കേഷൻസ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, വേരിയബിൾസിന്റെ പേരോ വേരിയബിൾസിന്റെ വാല്യൂ അല്ല. സോ അഡ്രസ് ലൊക്കേഷൻ, ഒരു അഡ്രസ് ലൊക്കേഷൻ എത്ര തവണ കോപ്പി ചെയ്ത് വേറെ വേറെ വേരിയബിൾസിൽ സേവ് ചെയ്താലും ദാറ്റ് അഡ്രസ് ലൊക്കേഷൻ വിൽ പോയിന്റ് ടു only one location. Address will point to only one location. So അതുകൊണ്ട് തന്നെ മെമ്മറി അഡ്രസ് പാസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഫോർമൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് ഫംഗ്ഷൻ മാനിപ്പുലേഷൻസ് നടത്തി കഴിഞ്ഞാൽ ദാറ്റ് മച്ച് ചേഞ്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ യുവർ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആസ് വെൽ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. സംഗതി ഇത്രയേ ഉള്ളൂ തിയറി. Now let us see the example of this case. ഒരു സിമ്പിൾ സ്വാപ്പിംഗ് പ്രോഗ്രാം ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. This is swapping by without using any functions. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. int a, b രണ്ട് integers define ചെയ്തു. Enter value of a, scan of ampersand a, enter value of b, scan of ampersand b. Then I am printing the values before swapping. Before swapping a and b are being printed. Then performing swapping operation. Int temp. ഞാൻ ഇവിടെ ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്താണ് സ്വാപ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. വെൻ യു ഇതിന് ഈ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ യു ക്യാൻ ട്രൈ യൂസിങ്
without using the third variable. ഇവിടെ ഞാനിപ്പോ third variable ആയ temp യൂസ് ചെയ്താണ് swapping നടത്തുന്നത്. Very simple process. Temp equals A equals B, B equals temp. എന്താണ് നമ്മുടെ രണ്ട് കയ്യിൽ രണ്ട് ചായക്കപ്പ് ഉണ്ട്, രണ്ട് കപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറ്റി വയ്ക്കും എന്നുള്ളതിന്റെ കഥ ഞാൻ പണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ജാനുവരിയിലോ മറ്റോ പറഞ്ഞതാണ്. സോ സ്വാപ്പിംഗ് എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ആ പഴയ കഥ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. Then printing after swapping A and B will be printed. So result will be enter the value of A 5, enter the value of B 10. Before swapping A is 5, B is 10. After swapping A is 10, B is 5. So this is a normal swapping operation. Same program ഞാൻ call by value method യൂസ് ചെയ്ത് കോൾ ചെയ്യണമെന്ന് വിചാരിക്കും. ഇവിടെയും ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എയും ബി ഡിഫൈൻ ചെയ്തു, എയും ബി ഇൻപുട്ട് ചെയ്തു. ബിഫോർ സ്വാപ്പിംഗ് എയും ബി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തു. Now I am calling a function, user defined function named swap. Okay, swap A, B. So ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് അതിന് വേറെ റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ഹാവ് പുട്ട് ദ റിട്ടേൺ ടൈപ്പ് ആസ് void. രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ടും രണ്ടും ഇന്റിജേഴ്സ് ആയതുകൊണ്ട് void swap in സെമിക്കോളൻ. സോ ഇതെന്താണ്, ഈ ലൈൻ എന്താണ്, പ്രത്യേകിച്ച് ബുദ്ധി തപ്പി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് ഓർ ഡിക്ലറേഷൻ ഓഫ് സ്വാപ്പ് ഫംഗ്ഷൻ ആണെന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്, ദിസ് ഈസ് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. A and B are the actual parameters, X and Y are the formal parameters. So swap function call ചെയ്യാണ്. കോളിംഗ് സ്വാപ്പ് ഫംഗ്ഷൻ ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ സ്വാപ്പ് ഫംഗ്ഷൻ കോൾ ആകുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് ഒരു എന്താണ് ഷുവർട്ടിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇഫ് ദിസ് ലൈൻ ഈസ് ഗെറ്റിംഗ് പ്രിന്റഡ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് എക്സിക്യൂഷൻ, ദാറ്റ് മീൻസ് സ്വാപ്പ് ഫംഗ്ഷൻ കോൾ ആകുന്നുണ്ട് അറിയാൻ വേണ്ടി മാത്രം. ദെൻ എന്താണ് തേർഡ് വേരിയബിൾ ഞാൻ ചെയ്തു, ഡിക്ലെയർ ചെയ്തു. temp equals x, x equals y, y equals 10. ഇത്രയും ഞാൻ ചെയ്തു വെച്ചു. 10. Now I am printing after swapping A equals percentage D, B equals percentage D, A and B. ശരിക്കും A എന്ന് പറയുന്ന വാല്യൂവിന്റെ B എന്ന് പറയുന്ന വാല്യൂവിന്റെ കോപ്പീസ് ആണ്, വാല്യൂസിന്റെ കോപ്പീസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ആൻഡ് വൈ ഇവിടെ ഇനിഷ്യലി എക്സ് ഒരു വാല്യൂ വൈ ഒരു വാല്യൂ ആയിട്ട് വന്നെങ്കിൽ അത് ഈ പ്രോസസ് ചെയ്യുമ്പോൾ ദോസ് വാല്യൂസ് വിൽ ബി ഇന്റർചേഞ്ച്ഡ് ഹിയർ. പക്ഷെ ദിസ് ഇന്റർചേഞ്ചിങ് ഓഫ് വാല്യൂസ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ യുവർ ഫോർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അതിന്റെ പ്രൂഫാണ് കാണിക്കാൻ പോകുന്നത്. See, this is the output. Enter the value of A 5, enter the value of B 10. Before swapping A equals 5, B equals 10. Calling swap function by using call by value. Then after swapping also A equals 5, B equals 10. Then a program run ചെയ്ത് കാണിച്ചു തരാം. So this is the ordinary program. Then swap using call by value. ഇവിടെ ഞാൻ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, എയും ബിയും എക്സിലും വൈയിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, എക്സും വൈയും സ്വാപ്പ് ചെയ്തു. എയും ബിയും ആണ് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ പഴയ പ്രോഗ്രാമിന് ഇത്രയും പോർഷൻ, ഈ സ്വാപ്പിംഗ് പോർഷൻ മാത്രം ഞാൻ എടുത്ത ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അകത്ത്. ഇഫ് ഐ എക്സിക്യൂട്ട് ദിസ്, കമ്പൈൽ ആൻഡ് റൺ, just maximize it. Okay. Value of 5 I am giving it as 12. Value as B I am giving it as 23. So after swapping, before swapping A is 12, B is 23. So after swapping എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ A will be 23 and B will be 12. പക്ഷേ see, before swapping A is 12, B is 23. Calling swap function using call by value, after swapping also A is 12 and B is 23. പക്ഷേ എക്സും വൈയുമാണ് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ it will return different value. That will be also printed. Let's say printf backslash after swapping I'll just copy it over the code. Control V, instead of A and B I am printing
x and y, x, y. Before swapping also എന്താണെന്നുള്ളത് let us print. Instead of a x, instead of a y, x, y. So ഈ ഒരു മോഡിഫിക്കേഷൻ കൊണ്ട് ആക്ച്വലി ഫംഗ്ഷൻ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും അത് ബാക്കിൽ നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് റിഫ്ലക്ട് ആവുന്നുണ്ടോന്നും കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. So I am compiling and running this. Value of a 25, value of b 15. So before swapping, in the main function a is 25, b is 15. Calling swap function. Before swapping x is 25, y is 15. After swapping x is 15, y is 25. So inside the swap function, swapping is working fine, no issues. പക്ഷേ ആ values formal parameters in the values ഒരിക്കലും actual parameters reflect ആകില്ല. So a will still remain as 25, b will remain as 15. So this is an example for call by value, and ചില കേസസിൽ call by value യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമൽ പാരാമീറ്റേഴ്സിന് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റിലേക്ക് ത്രൂ കോൾ ചെയ്ത് ഫംഗ്ഷനിൽ കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് യൂസിങ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കോൾ ബൈ വാല്യൂ മെത്തേഡ് cannot be used successfully. So next program, it's a sample program for swapping using swap function and call by reference method. ഇവിടെ നമ്മൾ ആകെ രണ്ട് ഡിഫറൻസസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് അതിനു മുമ്പ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ we define the parameters as integer variables, whereas in case of call by reference we define the actual parameters as pointers. Integer pointers ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. നേരത്തെ it was plain integer variables here, whereas now it is a pointer variable. So instead of plain x and y, you are writing star x and star y. X and y are the formal parameters, star x and star y are the pointer variables. Now printing എന്താണ് ഈ ഫംഗ്ഷൻ വരുന്നു എന്നുള്ളത്, then swapping operation is being performed here. നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രോഗ്രാമിൽ തന്നെ നോക്കാം. So here call by reference, ഇവിടെ a and b ഇൻപുട്ട് ചെയ്തു, before swapping എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്തു. Then instead of passing the values of a and b, I am passing the addresses of a and b. Okay, and that address is being received and stored in this pointer variable x and y. So നേരത്തെ call by value value ആണ് സ്റ്റോർ വന്ന് കോപ്പി ചെയ്തത്, ഇപ്പോൾ അഡ്രസ് ലൊക്കേഷൻ തന്നെ ഡയറക്റ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. So in this case നമുക്ക് നോക്കാം what is actually being happening. So before swapping, star x and star y, since x and y are pointer variables, star x and star y will give you the actual value stored inside. And after swapping in, എന്താണ് ഫംഗ്ഷൻ അകത്ത് നടക്കുന്നതെന്ന് കാണാനായിട്ട് we will use this printf statement. So ഇവിടെ ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് a, b എന്നീ രണ്ട് ഇന്റിജർ വേരിയബിൾസിന്റെ അഡ്രസ്സസ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. That's why it is called as call by reference. റഫറൻസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. we call it as call by reference or pass by reference. അതുപോലെ തന്നെ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് we can say it as call by pointers or pass by pointers also. So അഡ്രസ് ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ആർ ഓൾസോ പോയിന്റർ വേരിയബിൾസ്. ദെൻ ഈ അഡ്രസ് ലൊക്കേഷൻ ആ പർട്ടിക്കുലർ പോയിന്റർ വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഇൻറ്റ് ടെം തേർഡ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു.
temp equals star x. Here x defines the address, star x defines or asterisk x. That is correct notation. Asterisk x denotes the value stored. So temp equals asterisk x, star x equals star y equals temp. So swapping operation is done. After swapping, x and y ഉള്ള values എന്താണെന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ a and b ഉള്ള values എന്താണെന്ന് പ്രിന്റ് ചെയ്യുന്നു. So if everything goes right, since എന്താണ് address locations are being sent, it should work fine. Let's see. Enter the value of a 14, enter the value of b 3. Before swapping, a is 14, b is 3. Calling swap function using call by reference. Before swapping, x is 14, y is 3. After swapping, x is 3, y is 14. So inside the function, swapping is perfectly done. Then after swapping, again a is 3, b is 14. So whatever operation is being processed inside the function using the formal parameters, that is being reflected back in your actual parameters as well. So this is the advantage of call by reference method. Call by value ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂ കോൾ ബൈ വാല്യൂവിന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ ഒരു കോപ്പിയാണ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. Actual and formal parameters will not be having any other links in between. അതുകൊണ്ട് തന്നെ ഫോർമൽ പാരാമീറ്റർ ആയ എക്സിലും വൈയിലും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കോൾ ബൈ വാല്യൂ യൂസ് ചെയ്താണെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ ആയ എയിലും ബിയിലും അത് റിഫ്ലക്ട് ചെയ്യില്ല. Whereas in case of call by reference, instead of passing the values, we are passing the address location of those values. So അതുകൊണ്ട് തന്നെ ഇപ്പം 10 എന്താണ് ഒരേ വാല്യൂ 5 ഇടത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അതിന്റെ സ്റ്റോർ ചെയ്യുന്നതും ഒരേ വാല്യൂവിന്റെ അഡ്രസ് 5 ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. ഇഫ് എ വാല്യൂ ഇസ് ദെയർ, അതിന്റെ അഡ്രസ് ലൊക്കേഷൻ 5 അല്ല 50 സ്ഥലത്ത് സ്റ്റോർ ചെയ്താലും അഡ്രസ് ലൊക്കേഷൻ നമ്മൾ എടുക്കുന്നത് വിൽ ബി ദി സെയിം യൂസിങ് ആംപർസാൻഡ് ഓപ്പറേറ്റർ. അതുകൊണ്ട് തന്നെ അഡ്രസ്സിന്റെയും ഒരു കോപ്പിയാണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത് എങ്കിലും ഇവിടെ റിസീവ് ചെയ്യുന്നത് അഡ്രസ് ആയതിനാൽ ആ അഡ്രസ് വെച്ച് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ ആയ ആസ്റ്ററിസ്ക് യൂസ് ചെയ്ത് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്താണ് ഇവിടെ സ്വാപ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് എവർ ചേഞ്ചസ് ആർ ബീയിങ് മെയ്ഡ് ബൈ യൂസിങ് ഫോർമൽ പാരാമീറ്റേഴ്സ്, ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ യുവർ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആസ് വെൽ. സോ ദിസ് ഈസ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. So output will be before swapping entered a 5 and 10 ആണെങ്കിൽ before swapping a was 5 10, after swapping a is 10 and 5, and swapping operation has been successfully completed. So ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ സെഷനിൽ എന്താണ് നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. You be very thorough with this because call by reference use ചെയ്തിട്ട് it will be much easier to work on arrays. കാരണം ഞാൻ ആദ്യത്തെ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്യാം, പക്ഷേ only one return statement will be executed for a function. 50 റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും ആദ്യത്തെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ എൻകൗണ്ടർ ചെയ്യുന്നത് അവിടെ വെച്ച് ഫംഗ്ഷൻ കോൾ റിട്ടേൺ ചെയ്ത് ടെർമിനേറ്റ് ചെയ്യും. സോ പ്രോബ്ലം ഈസ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്റിജറോ അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടറോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സോ വാട്ട് ഇഫ് യു ആർ ഡൂയിങ് സം ഓപ്പറേഷൻ വിത്ത് അറേസ്? അറേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഒരു അറേ നിങ്ങൾ പാസ് ചെയ്ത് കോൾ ബൈ വാല്യൂ യൂസ് ചെയ്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു റിട്ടേൺ ബാക്ക് ദി അറേ. അറേ ഒരു കാരണവശാലും നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. സോ അറേ മാനിപ്പുലേഷൻസ് നമ്മൾ നടത്തുമ്പോൾ ബൈ യൂസിങ് ഫങ്ഷൻസ് ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഇഫ് വി യൂസ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ഇതിന്റെ സാമ്പിൾ പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യു ഗോ ത്രൂ ദാറ്റ്, യു റൈറ്റ് യുവർ ഓൺ പ്രോഗ്രാംസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. തെറ്റാണെങ്കിൽ തെറ്റട്ടെ. ഞാൻ നേരത്തെ പണ്ട് ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പല
എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഔട്ട്പുട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡീബഗിങ് ചെയ്ത് നോക്കുക. ഓരോ പർട്ടിക്കുലർ വേ പോയിന്റിലും ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കമന്റിങ്ങോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ഡീബഗിങ് ചെയ്ത് നോക്കുക. ആൻഡ് യു പ്രാക്ടീസ് ഇറ്റ് ഓൺ യുവർ ഓൺ. So that's all for today. Thank you. Bye bye.